ഹായ് ഗൈസ്, സേവിയേഴ്സ് ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 6ാം ക്ലാസ് മുതൽ സൈനിക സ്കൂളിൽ ചേരുന്നതെങ്കിൽ 8ാം ക്ലാസ് മുതലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലേക്കുള്ള പ്രവേശനം. 6ാം ക്ലാസ്സിൽ സൈനിക സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ പോയ കാൻഡിഡേറ്റിന് 8ാം ക്ലാസ് മുതൽ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ ചേർന്ന് പഠിക്കാവുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഒരെണ്ണമേ ഉള്ളൂ. അത് ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓവറോൾ NDAക്ക് വേണ്ടി കാൻഡിഡേറ്റിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഓഫീസറായിട്ട് ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും അവരെ സർവീസ് ചെയ്യാൻ പ്രാപ്തരാക്കുകയും കൂടി അവിടെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും സ്പോർട്സ് ആക്ടിവിറ്റീസിനും ഇവിടെ വളരെ വലിയൊരു ഊന്നൽ നൽകുന്നുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇവിടെ കേഡറ്റുകൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഓരോ 6 മാസത്തിലും ഏകദേശം 30 കേഡറ്റുകൾക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട്. അതിൽ 25 ബോയ്സ് കേഡറ്റും 5 ഗേൾസ് കേഡറ്റിനുമാണ് പ്രവേശനം കൊടുക്കുന്നത്. 8ാം ക്ലാസ്സിലേക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം ലഭിക്കുന്നത്. ഉദ്യോഗാർത്ഥി 7ാം ക്ലാസ്സിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ അംഗീകൃത സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ്സിൽ പാസ്സായവരോ ആയിരിക്കണം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നത്. ഈ വർഷം ജൂൺ 1, 2 തീയതികളിൽ നടത്തുന്ന എക്സാമിൻ്റെ അഡ്മിഷൻ അടുത്ത വർഷം ജനുവരിയിലും ഈ വർഷം ഡിസംബർ 1, 2 നടത്തുന്ന എക്സാമിൻ്റെ അഡ്മിഷൻ അടുത്ത വർഷം ജൂലൈയിലും ആയിരിക്കും. കാൻഡിഡേറ്റിൻ്റെ ഏജ് ലിമിറ്റ് ഈ 2 അഡ്മിഷൻ ടൈമിലും 11.5 വയസ്സിൽ കുറവും 13 വയസ്സിൽ കൂടാനും പാടുള്ളതല്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഫസ്റ്റ് ടേമിലെ, അതായത് ജൂണിൽ നടത്തുന്ന എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ഫോം അതേ വർഷം തന്നെ 31 മാർച്ചിന് മുമ്പേ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഡിസംബറിൽ നടത്തുന്ന എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അതേ വർഷം സെപ്റ്റംബർ 30-നുള്ളിലും ആയിരിക്കണം. പരീക്ഷ നടത്തുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റലിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സിറ്റിയിൽ വെച്ചായിരിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് എക്സാം നടത്തുന്നത്. പ്രവേശന പരീക്ഷ അതാത് സംസ്ഥാന സർക്കാരുകളാണ് നടത്തുന്നത്. ചോദ്യപേപ്പറുകൾ CBSE പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കും. 400 മാർക്കിൻ്റെ ഓഫ്ലൈൻ എക്സാമിൽ ടൈം 4 മണിക്കൂറും 30 മിനിറ്റുമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്സിന് 200 മാർക്കും ഇംഗ്ലീഷിന് 125 മാർക്കും GKക്ക് 75 മാർക്കും ഇൻ്റർവ്യൂവിന് 50% മാർക്കുമാണ് നമ്മൾ നേടേണ്ടത്. അതായത് റിട്ടേൺ എക്സാം മൊത്തത്തിൽ 50%, ബാക്കി 50% നമ്മൾ ഇൻ്റർവ്യൂവിലും കൂടെയാണ് നേടിയെടുക്കേണ്ടത്. റിട്ടേൺ എക്സാമും ഇൻ്റർവ്യൂവും പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കലാണ്. ആർമഡ് ഫോഴ്സിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും മെഡിക്കൽ നടത്തുന്നത്. കേരളത്തിലുള്ളവർക്ക് കൊച്ചിയിലുള്ള നേവി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം പാങ്ങോടുള്ള മിലിറ്ററി ഹോസ്പിറ്റലിലോ വെച്ചാകാനാണ് സാധ്യത. 2 രീതിയിലാണ് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുത്താൻ സാധിക്കുന്നത്. ഒന്ന് DD അയച്ചാണ്, അതിൻ്റെ അഡ്രസ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ചിട്ടാണ്. ജനറൽ കാൻഡിഡേറ്റിന് 600 രൂപയും SC/ST കാൻഡിഡേറ്റിന് 555 രൂപയുമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിന് www.rimc.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 2 ടേംസിലേക്കുമുള്ള 2 ആപ്ലിക്കേഷൻ ഫോംസും പ്രീവിയസ് 7 ഇയേഴ്സ് ബാക്കിലെ ക്വസ്റ്റ്യൻ ബാങ്ക് അടങ്ങിയ ഒരു ബുക്ക്ലെറ്റും ഗൈഡ് ലൈൻസുമാണ് ബൈ പോസ്റ്റ് വഴി വരുന്നത്. 2 ടേമിലേക്കുമുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ഫോമിലും ഓരോ ഫോട്ടോയും കൂടാതെ അഡീഷണൽ 2 ഫോട്ടോയും വേണം. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി ഉണ്ടായിരിക്കണം. ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ സൈൻ ചെയ്ത ഒറിജിനൽ സ്കൂൾ സ്റ്റഡിയും സർട്ടിഫിക്കറ്റ് വേണം. സെൽഫ് അഡ്രസ്ഡ് എഴുതിയ എൻവലപ്പിൻ്റെ പുറത്ത് 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് കോപ്പി വെക്കണം. ആധാർ കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റഡ് ചെയ്തിരിക്കണം. ആപ്ലിക്കൻ്റ് സ്വന്തം കൈപ്പടയിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള പരീക്ഷാഭവൻ്റെ ഓഫീസിലേക്കാണ്. സ്പീഡ് പോസ്റ്റായിട്ടോ രജിസ്റ്റേർഡ് ആയിട്ടോ നമുക്ക് അയക്കാവുന്നതാണ്. എല്ലാ വർഷവും ഇതേ തീയതികളിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതും എക്സാം നടത്തുന്നതും. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ മക്കൾ 7th ക്ലാസ്സിൽ പഠിക്കുകയോ പാസ്സായിട്ടുള്ളവരോ സൈനിക സ്കൂളിൽ എൻട്രൻസ് എക്സാമിൽ കിട്ടാത്തവരോ
സൈനിക് സ്കൂളിൽ പഠിക്കുന്നവരോ നവോദയയിൽ പഠിക്കുന്നവരോ ആയിക്കോട്ടെ, അവരുടെ ഏജ് 11.5 വയസ്സിൽ കുറയാത്തതും 13 വയസ്സിൽ കൂടാത്തവരുമാണെങ്കിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു വലിയ അവസരമാണ്. അതുവഴി UPSC നടത്തുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം എഴുതി നിങ്ങൾക്ക് സേനയിൽ ഓഫീസറാകാനും സാധിക്കും. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അടങ്ങിയതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബാങ്ക് അടങ്ങിയതുമായ ബുക്സ് എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. നിങ്ങളുടെ കമൻറ്റ്സിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. എൻ്റെ കോൺടാക്റ്റ് നമ്പരും ഞാൻ ഇതോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് പൊതുവേ അറിവില്ലാത്ത ഒരു എക്സാമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ, ആൺകുട്ടികളെ കൊണ്ടും പെൺകുട്ടികളെ കൊണ്ടും ഇങ്ങനെയുള്ളൊരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കണം. അത് അവർക്ക് കിട്ടുന്ന വലിയൊരു എക്സ്പീരിയൻസും അറിവും കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സുകൾ കമൻറ്റ്സ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു.